കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദല്ലാൽ നന്ദകുമാറും അതുപോലെ തന്നെ ആന്റണിയും പി.ജെ. കുര്യനും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ച കണ്ടതാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അനിൽ ആന്റണിക്കെതിരെ ഇവർ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അനിൽ ആന്റണിയെ അല്ല, നേരെ മറിച്ച് എ.കെ. ആന്റണിയാണ്. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ 100% എ.കെ. ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എ.കെ. ആന്റണിക്കെതിരായി ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നു. അഴിമതിക്കാരനാണെന്നും മക്കൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന വ്യക്തിയാണെന്നും എന്നിങ്ങനെയുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ രീതിയിലുള്ള മ്ലേച്ഛകരമായ പ്രചരണം കോൺഗ്രസിന് ഇടയിൽ നടക്കുന്നുവെന്ന് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയും ബി.ജെ.പി അധ്യക്ഷനുമായ കെ. സുരേന്ദ്രനാണ്. ആന്റണിയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് വരുത്താൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായൊരു നീക്കമാണിത്. എ.കെ. ആന്റണിയെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രചാരണമാണിത്. പിന്നെ ഇത് ആരോപണം ഉന്നയിക്കുന്ന ആൾ ഇങ്ങനെ പല ആരോപണങ്ങളും കേരളത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. 13 കൊല്ലം മുമ്പത്തെ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഞങ്ങളിതിനെ കാണുന്നത് കോൺഗ്രസിനകത്ത് കെ. കരുണാകരൻ, എ.കെ. ആന്റണി ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ, കരുണാകരനെ മരണത്തിന് ശേഷവും വിടുന്നില്ല, എ.കെ. ആന്റണിയെ ഈ വാർദ്ധക്യകാലത്ത് വിടാൻ ഉദ്ദേശിക്കാത്ത ചില ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ആരോപണം ഒരർത്ഥത്തിലും അനിൽ ആന്റണിക്കെതിരെയല്ല, ഇത് എ.കെ. ആന്റണിക്കെതിരെ. ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ സാമാന്യ വിവേകമുള്ള എല്ലാവർക്കും അറിയാം ഇത് അനിൽ ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമല്ല, ഇത് എ.കെ. ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണം. 100% ഇത് ആന്റണിക്കെതിരായിട്ടുള്ള നീക്കമാണ്. കുറച്ച് കാലമായിട്ട് എ.കെ. ആന്റണിക്കെതിരായിട്ട് ഒരു വിഭാഗം ആളുകൾ അദ്ദേഹം അഴിമതിക്കാരനാണ്, അദ്ദേഹം മക്കൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള സൈബർ ആക്രമണങ്ങൾ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ് ഇടങ്ങളിൽ നടക്കുകയാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് എ.കെ. ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് മ്ലേച്ഛമായൊരു പ്രചരണം കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി അധികാര സ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇരുന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചരണങ്ങളൊക്കെ തന്നെയും എ.കെ. ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഇതിന്റെ എല്ലാം പിന്നിൽ, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ടെന്നും എ.കെ. ആന്റണിക്കെതിരായ ആരോപണങ്ങൾ പി.ജെ. കുര്യനും അതുപോലെ ആന്റണിയും ചേർന്ന് നടത്തുന്നതാണെന്നും എന്നാൽ ഇതിലും വലിയ നേതാക്കൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. കാരണം ആന്റണിയുടെ പ്രതിച്ഛായ, എ.കെ. ആന്റണിയുടെ പ്രതിച്ഛായ അത് തകർക്കാൻ, കാരണം മകൻ ബി.ജെ.പിയിലേക്ക് പോയി, അപ്പോൾ എ.കെ. ആന്റണിയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ഉദ്ദേശമാണിത്. കാരണം അനിൽ ആന്റണി അധികാര സ്ഥാനങ്ങളിലൊന്നും ഇരുന്ന ആളല്ലല്ലോ. അപ്പോൾ ആന്റണി ഇങ്ങനെയൊക്കെ ആയിരുന്നു, ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രചരണം. അതുകൊണ്ട് ഇത് ആരാണോ ഈ അമ്പ് ചെയ്യുന്നത് അവർ പുറത്തേക്ക് വന്നിട്ട് ഇത് പറയുന്നതാണ് നല്ലത്. ഈ പുറകിലിരുന്നു കൊണ്ട് ഈ അമ്പ ചെയ്യുന്ന പരിപാടി അവസാനം. ഇത് എ.കെ. ആന്റണിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം പി.ജെ. കുര്യനും ആന്റണിയും ചേർന്ന് നടത്തുന്ന, അതിലും പ്രധാനപ്പെട്ട നേതാക്കൾ അതിന് പിന്നിലുണ്ട്, നടത്തുന്ന ഒരു ആരോപണമാണ്. ആ ആരോപണവും ഈ പറയുന്ന കാര്യം തമ്മിൽ എന്താണ് ബന്ധം? അനിൽ ആന്റണി വലിയ അഴിമതിക്കാരനാണെന്നും പിതാവിനെ ഉപയോഗിച്ച് വിലപേശി പണം വാങ്ങിയിരുന്നു എന്നുമായിരുന്നു ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി അനിൽ ആന്റണി 25 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്നും വാങ്ങിയെന്നാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. എന്നാൽ അതേസമയം തന്നെ 25 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്നും വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം തള്ളി അനിൽ ആന്റണിയും രംഗത്ത് വന്നിരുന്നു. കൂടാതെ പി.ജെ. കുര്യന്റെ അനുയായിയാണ് നന്ദകുമാർ എന്നും അയാളോടൊപ്പം ചേർന്ന് നെറികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്നും അനിൽ ആന്റണി രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. കെ. കരുണാകരനെയും ഉമ്മൻചാണ്ടിയും എ.കെ. ആന്റണിയും ചതിച്ചതുപോലെ വീണ്ടും ചതിക്കാനാണ് പി.ജെ. കുര്യൻ ശ്രമിക്കുന്നതെന്നും അനിൽ ആന്റണി വ്യക്തമാക്കിയിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ. സുരേന്ദ്രനും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് ദല്ലാൽ നന്ദകുമാറിനെ പോയി കാണാനും മാത്രം ഉള്ളതെന്നൊക്കെ കെ. സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞങ്ങളങ്ങനെ എന്താണ് ഈ നന്ദകുമാറിനെ എന്ത് ബന്ധപ്പെടാൻ മാത്രം അയാൾ ആരാണ്? എന്താണ് ഇയാൾ ഇത്ര വലിയ മഹാനായിട്ടുള്ള ഒരാളെ പോലെ നിങ്ങൾ സംസാരിക്കും? അയാളെ ബന്ധപ്പെടാൻ എന്താണുള്ളത്? ചോദിക്കുന്നത് ഈ നന്ദകുമാറിനെ ബന്ധപ്പെടാൻ മാത്രം അദ്ദേഹം എന്താണ്?
BJP എന്തിനാ, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി എന്തിനാ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്? എനിക്ക് മനസ്സിലായി. അല്ല, നിങ്ങൾ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഒരാളെ, ഈ നന്ദകുമാറിനെ പോലുള്ള ഒരാളെ എന്തിന് ബന്ധപ്പെടണമെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളിങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞാൽ പോരാ. എന്തിനാ അദ്ദേഹത്തെ ബന്ധപ്പെടണം? ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യം. അപ്പം നിങ്ങൾ പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറാണ് ഈ ആരോപണത്തിന് പിന്നിലെന്നാണോ? അല്ല, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? മാത്രമല്ല, അനിൽ ആന്റണിയെ അല്ല, നേരെ മറിച്ച് AK ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെ അതിനുള്ള വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അനിൽ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ളതാണെന്നാണ് BJPയുടെ വിലയിരുത്തൽ. മാത്രമല്ല, ഇവിടെ ദല്ലാൽ നന്ദകുമാർ PJ കുര്യന്റെ അടുത്ത അനുയായിയാണെന്നും അതുപോലെ തന്നെ PJ കുര്യനും നന്ദകുമാറും ചേർന്ന് നടത്തുന്ന ഒരു ഒത്തുകളിയാണിതെന്നുമാണ് അനിൽ ആന്റണി വ്യക്തമാക്കിയിരുന്നത്. കൂടാതെ തിരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ BJP. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ ലക്ഷ്യങ്ങളുമായാണ് BJP മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തെ BJPയുടെ സജീവ പ്രവർത്തനത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അനിൽ ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായ മറുപടി പറയുന്നതിലൂടെ പല കാര്യങ്ങളും, അതായത് PJ കുര്യനെ സംബന്ധിക്കുന്നതാണെങ്കിലും ആന്റണിയെ സംബന്ധിക്കുന്നതാണെങ്കിലും പല കാര്യങ്ങളും ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രനും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്.